കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പം നമുക്ക് ലുലു ഫ്രഷിൽ പോയാലോ? നമ്മുടെ ഹൈലൈറ്റ് മാളിലെ കുട്ടനല്ലൂര് ഞങ്ങൾക്ക് ഇവിടെ അടുത്തത് വന്നുകൊണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ പോകാനായിട്ട്. ചേട്ടൻ കാലത്ത് BNI മീറ്റിങ്ങിന് പോയതിൻ്റെ ഒരു ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ ഒരു BNI മെമ്പറുടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് ഇറങ്ങി. അപ്പോൾ ചേട്ടൻ ഓൾവേസ് കോൾസുകൾ വരുന്നുണ്ടായിരുന്നേ. അവിടെ ഞങ്ങൾ മറ്റുള്ള ഷോപ്പിങ്ങിനൊന്നും അങ്ങനെ മെയിനായിട്ട് പോകാറില്ല കേട്ടോ. ലുലു ഫ്രഷിൽ തന്നെയാണ് പോകാറ്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ലുലു ഫ്രഷിലായാലും പാർക്കിങ്ങിൻ്റെ അവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇന്ന് വലിയ തിരക്കുള്ള ദിവസമല്ലായിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഒരു കാഷ്വൽ വർത്താനമൊക്കെ പറഞ്ഞ് എന്തൊക്കെ മേടിക്കണം എന്ന് വലിയ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം സ്ഥിരം നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ഉണ്ടാവും സോസേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മേടിക്കണം എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദിയുടെ വക ഓരോ കോപ്പറേറ്റീവുകൾ കാണിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കട്ടെ എന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, നിന്നെ കൂടെ തള്ളാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ കയറണ്ട. അപ്പോൾ ആദ്യം തന്നെ മീനിൻ്റെ അവിടേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവരത് ക്ലീൻ ചെയ്ത് വെക്കും. അത് നല്ലൊരു കാര്യമല്ലേ. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്ര അൺഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇത് മേടിച്ചായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചു. പിന്നെ സോസേജ് കാര്യങ്ങളൊക്കെ മേടിച്ചത്. അബ്ചേട്ടൻ ബില്ല് കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്നു ഗൈസ്. ഇല്ല കേട്ടോ, നമ്മൾ വല്ലാതെ അനാവശ്യ സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആവശ്യമുള്ളത് മാത്രമേ മേടിച്ചുള്ളൂ. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയ നോൺ വെജ് ഐറ്റംസ് ഒന്നും നമ്മൾ അവിടെ നിന്ന് മേടിക്കാറില്ല. ഇത് അതും കൂടി ആയിരിക്കുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഫുഡ് ഐറ്റംസ് മേടിച്ച് ഫുഡ് കോർട്ടിൽ പോകാൻ പാടില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഞങ്ങൾ പോയി പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് വല്ലാതെ ഒന്നും വിശക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടായിരുന്നു പോയത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഗ്രിൽഡ് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ വിചാരിച്ചു. അത് പാഴ്സൽ പാക്ക് ചെയ്ത് അവർ തന്നെ തന്നു. ഒരു കോംബോ പാക്കായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവി ഹെയർ ആയിരുന്നു ആമിയുടെ മുടി. ഇപ്പോൾ കറക്റ്റ് കേളി ഹെയർ ആയിട്ട്. അപ്പോൾ എൻ്റെ മുടി കണ്ടു കഴിഞ്ഞാൽ അവൾ എപ്പോഴും കളിയാക്കാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവളുടെ മുടിയും കേളി ആയിട്ട് വരുന്നുണ്ട്. അത് പ്രാവശ്യം ലെയർ കട്ട് വെട്ടിയ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് ഇങ്ങനെ കിടന്ന് നടന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അത് കഴിച്ചു. ഒന്നും വേസ്റ്റ് ആയി പോയില്ല കേട്ടോ. എല്ലാം ഞങ്ങൾ നീറ്റായി തുടച്ച് അടിച്ച് കഴിച്ചു. അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി വന്ന സാധനങ്ങൾ അടുക്കി പറക്കി വെക്കണമല്ലോ. അത് പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പണിയാണ്. അപ്പം ഞാൻ ആദ്യം ആ മീനും കൂട്ടും കേട്ടോ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനായിട്ട്. ആ മീൻ ആദ്യം ഓരോ ഡയലോഗുകൾ അടിച്ചത് കാണിച്ചു തരാണേ. നല്ല അസല് മടിയായിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ ചെയ്യുന്നത്. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ മടിയാവും. പിന്നെ ഇതോടുകൂടെ തീർക്കാൻ തന്നെ കരുതി. അത് കഴിഞ്ഞ് പിന്നെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴാണ് തുണികൾ തോരടാണ്ടെന്ന് ഓർത്തത്. അപ്പോൾ പിന്നെ അതും കൂടി കഴിഞ്ഞിട്ടാവാം ഉറക്കം എന്ന് കരുതി. ഇന്നത്തെ വീഡിയോ തരുള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.